ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നിക്കാഹ് വ്ളോഗായിട്ടാണ്. വേറെ ആരുടെ അല്ല കേട്ടോ, നമ്മുടെ മുന്നാടെ നിക്കാഹാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അവൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നതാണ്. മുന്നേ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്, അവളുടെ പേര് സഫാന എന്നാണ് കേട്ടോ. സഫാനക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അന്നപ്പോൾ പ്രൈസ് അത്ര അഫോർഡബിൾ ആയിട്ട് തോന്നിയില്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായില്ല. അതെൻ്റെ രണ്ടാമത്തെ അപ്റ്റൻ പാർക്ക് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ നല്ല ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പുണ്ട്, ബ്രൈഡൽ വെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതുണ്ട്, എന്നാൽ തീരെ കുറഞ്ഞതും തീരെ ചീപ്പ് പ്രൈസിലും ഉണ്ട്. പിന്നെ നമുക്കൊരു ആവറേജ് പ്രൈസിലാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു മോഡലൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പോയി ഞാനും ചൂടെ നോക്കി വെച്ചിട്ട് പിന്നീട് പോയി എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം നോക്കി ഒന്ന് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുന്നാടെ ബാഗേജ് പാക്ക് ചെയ്തപ്പോഴത്തേക്കും അവന് ഭയങ്കരമായിട്ട് ലഗേജ് കൂടിപ്പോയിട്ട് പിന്നെ എക്സ്ട്രാ നമ്മൾ ലഗേജ് എടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഡ്രസ്സിൻ്റെ പ്ലാൻ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഷോപ്പിൽ തന്നെ കുറേ ഉണ്ട് കേട്ടോ, കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതുകൂടെ ഒന്ന് ഈ നിക്കാഹ് വ്ളോഗിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ മുന്നാടെ നിക്കാഹ് 28-നാണ് കേട്ടോ, 28-നാണ്. അപ്പോൾ 21-ന് അജുവിൻ്റെ ഇക്കാക്കായും വൈഫും മക്കളും നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നിക്കാഹിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ UAE-ലാണ്, അവർ 21-ന് നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വർഷം കൂടി കാണുന്ന സന്തോഷ പ്രകടനങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഞാനും അജുവും പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിക്കാഹ് മാത്രമേ ഉള്ളൂ, ഫംഗ്ഷൻ പിന്നീടാണ് വെക്കുന്നത്. അതുകൊണ്ടിട്ട് ഞാനും അജുവും പോയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, അജുവിന് ലീവ് ഇപ്പം കിട്ടില്ല. അതും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നാട്ടിൽ പോയി വന്നതേ ഉള്ളൂ. ടിക്കറ്റ് ഫെയർ ആണെങ്കിലും നല്ല കൂടുതലായിരുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു ചെറിയ ഫംഗ്ഷന് പോകണ്ട, ഇപ്പോൾ ഉടനെ നാട്ടിൽ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഞാനും അജുവും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അജുവിന് നല്ല സങ്കടമായിരുന്നു കേട്ടോ. നിക്കാഹിൻ്റെ അന്ന് പോലും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അജുന് നല്ല സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ ഓഫൊന്നും എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. നിക്കാഹിൻ്റെ അന്നും ആൾ ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്, എനിക്ക് നല്ല സങ്കടമുണ്ട്. അപ്പം എന്നെക്കാട്ടിൽ എന്തായാലും ഡബിൾ ഇരട്ടി സങ്കടം അജുന് കാണും. കാരണം എന്ന് വെച്ചാൽ അജുവിൻ്റെ ബ്ലഡ് ആണല്ലോ. അങ്ങനെ മുന്നാക്ക് നാട്ടിൽ പോകാനുള്ള പാക്കിങ് നടക്കുകയാണ് കേട്ടോ. അപ്പം ഇത് മുന്ന പോകുന്നതിൻ്റെ തലേ ദിവസമാണ്, അതായത് 24-നാണ് മുന്ന UK-ന്ന് നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ കുറച്ച് കണക്ഷൻ ഫ്ലൈറ്റൊക്കെ ആയിട്ട് കുറച്ച് ചുറ്റിക്കറങ്ങിയൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ടിക്കറ്റ് ഫെയർ നല്ല കൂടുതലാണ്. ഒരാൾക്ക് തന്നെ 1 lakh ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു എമൗണ്ട്. അപ്പം അതുകൊണ്ടിട്ട് പിന്നെ പോകാതിരിക്കാനും പറ്റില്ല, കാരണം ഓൾറെഡി നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചതായിരുന്നു. അങ്ങനെ അവൻ പോയി. അവനും ഒരു വർഷത്തിന് ശേഷം ആണ് പോകുന്നത്. അവൻ വരുന്ന വ്ളോഗ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുന്നേ നാട്ടിലെത്തിയ സന്തോഷ പ്രകടനമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനും അജുവും അലിമോനും മാത്രമേ ഇല്ലാത്തുള്ളൂ നമ്മുടെ ഫാമിലിയിൽ. അതുകൊണ്ടിട്ട് തന്നെയാണ് ഫംഗ്ഷൻ ഇപ്പോൾ കല്യാണം ഇപ്പോൾ വെക്കണ്ട, നിക്കാഹ് ഇപ്പോൾ മതിയെന്ന് തീരുമാനിച്ചതും അതുകൊണ്ടിട്ട് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ അജുവിൻ്റെ നിക്കാഹാണേലും ഇങ്ങനെയായിരുന്നു കേട്ടോ. നിക്കാഹാണ് ഫസ്റ്റ് വെച്ച 1 year കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. അപ്പം അജു ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, പ്രവാസമല്ലേ അതിങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ട്, സ്വന്തമായിട്ട് സമാധാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് അജുവിൻ്റെ ഇക്കാക്ക മാത്രം ഇല്ലാത്തുള്ളായിരുന്നു. വൈഫും മക്കളും, തച്ചുത്തായി മക്കളും അന്ന് നാട്ടിലുണ്ടായിരുന്നു. അപ്പം അജുനോട് ഞാൻ പറയാം, അതോർത്ത് സമാധാനിക്കും, ഇപ്പം നമ്മൾ 3 പേരും ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. ഇനി ഞാൻ കാണിക്കാൻ വന്ന ക്ലിപ്സ് എൻ്റെ വീട്ടിലാണ്. അപ്പം മുന്നാക്ക് വേണ്ടിയിട്ടുള്ള മഹർ അവൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഖുറാൻ മഹറായിട്ട് മതി എന്നാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായിരുന്നു മഹർ. ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അവളാണ് ചോക്ലേറ്റ് ഹാമ്പറും മഹറും ഒക്കെ ഖുറാനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അവളായിരുന്നു കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവളുടെ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന നിക്കാഹിൻ്റെ കുറച്ച് ക്ലിപ്സാണ് കേട്ടോ, എനിക്ക് അവിടെ നിന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ അവളുടെ ഔട്ട്ഫിറ്റ്. ഇപ്പോൾ ഇതാണ് ബ്രൈഡ് സഫാന. അപ്പം അവളുടെ ഔട്ട്ഫിറ്റ് അതായിരുന്നു കേട്ടോ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെറുക്കൻ്റെ വീട്ടുകാർ കൊണ്ടുവന്ന ഔട്ട്ഫിറ്റ് ഡ്രസ്സ് അവർ അവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിക്കാഹൊക്കെ അൽഹംദുലില്ലാ നല്ല ഹൈറായിട്ട് നന്നായിട്ട് നടന്ന്, മാഷാ അല്ലാ. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഹാപ്പിയാണ്, അവരും ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ കല്യാണം ഇൻഷാ അല്ലാ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ കാണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ബായ്.